കഷ്ടപ്പെട്ട് പഠിച്ച് ജയിച്ച് ജോലി നേടിയവർ ധാരാളികളാകയില്ല. കാരണം അവരുടെ വിജയം വില കൊടുത്ത വിജയമാണ്. എന്നാൽ ലോട്ടറി അടിച്ച് ധനികരായവർ കോടികൾ നേടിയാലും നശിപ്പിക്കും. ക്രിസ്തീയ ജീവിതം ഒരു ലോട്ടറി വിജയം ആകരുത്. പാരമ്പര്യമായി ക്രിസ്തീയ ഭവനത്തിൽ വളർന്ന് എന്നെങ്കിലുമൊക്കെ സ്നാനപ്പെട്ടയാളും യേശുവിനെ അറിഞ്ഞത് നിമിത്തം ഭവനരഹിതരും ബന്ധുരഹിതരുമായി ഇന്നും പ്രയാസങ്ങളും കഷ്ടങ്ങളും നിന്ദകളും സഹിച്ച് കർത്താവിനെ സ്നേഹിച്ച് വിശ്വാസത്തിൽ തുടരുന്നവരും ആരാ കൂടുതൽ യേശുവിനെ സ്നേഹിക്കുന്നത്? സംശയമൊന്നും വേണ്ട. പോരാട്ടത്തിൽ കൂടി വന്ന് പോരാട്ടത്തിൽ കൂടി മുൻപോട്ട് കർത്താവിനെ വേണ്ടി നിലനിൽക്കുന്ന പ്രിയ ദൈവമക്കളാണ്. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ ഇടയിൽ ലൂക്കോസ് 22:24 തങ്ങളുടെ കൂട്ടത്തിൽ ആരെ ആകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി എന്ന് കാണുന്നു. യേശു അതിന് മറുപടി പറയുക 26-ാം വാക്യത്തിൽ, നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. അപ്പോൾ ദാസൻ, ശുശ്രൂഷകൻ, സ്ലേവ്, അടിമ ഇതെല്ലാം ഒരേ അർത്ഥം ധ്വനിക്കുന്ന പദങ്ങളാണ്. എന്നാൽ അവരിൽ മഹാനാകുവാൻ, ശ്രേഷ്ഠനാകുവാൻ, തലപ്പത്തിരിക്കുവാൻ, നായകനാകുവാൻ, ലീഡർഷിപ്പിൽ വരുവാൻ ആരെ തിരഞ്ഞെടുക്കും? എനിക്കാകണം പരസ്പരം ഇങ്ങനെ കസേരയ്ക്ക് വേണ്ടി അടിപിടി. ഇന്നും അത് തന്നെ കാണുന്നത്. കസേരയ്ക്കുള്ള അടിപിടി, സ്ഥാനമാനത്തിന് വേണ്ടിയുള്ള അടിപിടി. ഞാനിതൊന്നും വിശദീകരിക്കുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ സംഖ്യാപുസ്തകം 3:44 മുതൽ നാം വായിക്കുമ്പോൾ ലേവ്യൻ്റെ വീണ്ടെടുപ്പ് വില 5 ശേക്കൽ വെള്ളിയാണ്. സാധാരണക്കാരൻ്റെ വീണ്ടെടുപ്പ് വിലയോ 1/2 ശേക്കൽ വെള്ളി. പഴയ നിയമത്തിൽ ഒരു ശുശ്രൂഷകൻ്റെ വില സാധാരണക്കാരൻ്റെ വിലയേക്കാൾ 10 ഇരട്ടിയാണ്. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ ശുശ്രൂഷകൻ്റെ, ദൈവദാസൻ്റെ വില എത്രമാത്രം വലിയതാണെന്നുള്ളത് നാം അറിയണം, നാം മറന്നു പോകരുത്, നാം ഓർത്തിരിക്കണം. ഗിഫ്റ്റ് ബോക്സ് കണ്ടു, അത് വർണ്ണക്കടലാസിട്ട് പൊതിഞ്ഞിരിക്കുക. അതിനകത്തുള്ളത് എത്ര വിലയുള്ളതാണെന്ന് അറിയത്തില്ല. അത് തുറന്നു നോക്കിയാൽ മാത്രമേ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ യു ഹാവ് ടു ഡു 2 things. 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ദ ഫസ്റ്റ്, love Jesus, love God, and the second one is you should help others to know him or make them known to Jesus. ഒന്നാമത്, ഒരു ശുശ്രൂഷകൻ, ഒരു ദൈവദാസൻ ദൈവത്തെ സ്നേഹിക്കണം, കർത്താവിനെ മാതൃകയാക്കണം, അവനെ പിൻപറ്റണം. അവൻ്റെ കമ്പാഷൻ, അവൻ്റെ ശുശ്രൂഷ രീതി, അവൻ്റെ മനസ്സലിവ് കംപ്ലീറ്റ് അഡോപ്റ്റ് ചെയ്ത് മാതൃകയാക്കി ജീവിക്കുന്നവനായിരിക്കണം ഒരു ശുശ്രൂഷകൻ എന്ന് പറയുന്നത്. കൂടാതെ യേശുവിനെ പോലെ ശുശ്രൂഷകൾ മറ്റുള്ളവരിലേക്ക് പകർന്നെത്തിച്ച് അവരെ ശുശ്രൂഷയ്ക്ക് പ്രാപ്തരാക്കുകയും നിത്യതയ്ക്ക് ഒരുക്കപ്പെടേണ്ടതിന് വേണ്ടി ഒരുക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കണം. റോമ ലേഖനത്തിൽ 1:6 പറയുന്ന പൗലോസ് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ലെന്നാണ്. ഒരു ശുശ്രൂഷകൻ, ഒരു സുവിശേഷകൻ, ഒരു ദാസൻ അങ്ങനെയാണ്. 14-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ കടക്കാരനായിരുന്നു, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ഞാനതിന് എന്നാൽ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. ഒരു ശുശ്രൂഷകൻ എന്നത് ഒരു സ്ഥാനമല്ല, മറിച്ച് ഒരു ഉത്തരവാദിത്തമാണ്. നാം ആരുടെ ശുശ്രൂഷകനാണെന്ന് തിരിച്ചറിയണം. നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നാം നിസ്സാരന്മാരല്ല, നാം സാധാരണക്കാരല്ല. പ്രിയരെ, നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്ന we have a responsibility for the perishing souls. So we need to have the burden of the soul like Jesus. യേശു പുരുഷാരത്തെ കണ്ടു മനസ്സലിഞ്ഞു. അവൻ പ്രാർത്ഥിച്ചു. നശിച്ചു പോകുന്ന ജനത്തെക്കുറിച്ചുള്ള ആത്മഭാരം ഒരു ദാസൻ ഉണ്ടായിരിക്കണം, ഒരു ശുശ്രൂഷകൻ ഉണ്ടായിരിക്കണം. ഇന്ന് ഇല്ലാത്തതും അത് തന്നെയാണ്. അതാണ് നമ്മുടെ ശുശ്രൂഷയുടെ പരാജയം, അതാണ് സഭകളുടെ പരാജയം, അതാണ് ദൈവദാസൻ്റെ പരാജയം. ഹല്ലേലൂയ. ചിലർ 2024 ജനുവരിയിൽ നിന്നിരുന്ന സഭയിലല്ല
അവർ ഇപ്പോഴുള്ളത്. ജൂൺ മാസമായപ്പോഴേക്കും ആ സഭയിൽ നിന്ന് അവർ മാറി. ഡിസംബർ മാസമായപ്പോഴേക്ക് അവർക്കറിയില്ല തങ്ങൾ ഏത് സഭയിലാണ് നിൽക്കുന്നതെന്ന്. നാം ആരുടെ ശുശ്രൂഷക്കാരാ? നാം ആരുടെ ദാസന്മാരാ? നമുക്ക് വല്ല ബോധ്യവുമുണ്ടോ? പലരുടെയും ജീവിത രീതികളും ശുശ്രൂഷ രീതികളും നടപ്പും എടുപ്പും ഒക്കെ കാണുമ്പോൾ നമ്മൾ ആരെയും വിധിക്കുകയല്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നത് നീ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് ആരെയും വിധിക്കരുതെന്ന്. പക്ഷേ ഒരു യാഥാർത്ഥ്യം ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. അവർ ആരുടെ ശുശ്രൂഷകന്മാരാണെന്ന് നമുക്ക് തിരിച്ചറിവ് ലഭിക്കുകയില്ല. പക്ഷേ നമ്മൾ വ്യക്തിപരമായിട്ട് ഓർത്തിരിക്കേണ്ടത് നമ്മൾ ആരുടെ ശുശ്രൂഷകന്മാരാണ്. നാം കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ, ആമേൻ ഹല്ലേലൂയ, ചരാചരങ്ങളുടെ ഉടയവൻ്റെ, സ്വർഗീയ പിതാവിൻ്റെ ആമേൻ ശുശ്രൂഷകന്മാരാണ്. നമ്മൾ ഈ ലോകത്ത് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ ഒരു ജോലി, ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ ദാസനായിരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ എന്നുള്ള ബോധ്യം എപ്പോഴും നമ്മളെ ഭരിക്കണം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നത് നാം രാജാവിൻ്റെ ശുശ്രൂഷക്കാരാണെന്നാണ്. നാം രാജാവിൻ്റെ ശുശ്രൂഷക്കാരാണെന്ന് ഓരോ നിമിഷവും നാം ഓർത്തിരിക്കുന്നുവെങ്കിൽ നാം രാജാവിനെ പോലെ വാഴണം. എന്നാൽ നമ്മെ വിളിച്ചിരിക്കുന്നത് സഹിക്കുവാനാണ്. സഹിക്കുന്നവനെന്ത് ചെയ്യും? കൂടെ വാഴുമെന്ന്. എല്ലാവരുടെയും കയ്യടി കിട്ടുവാനും ബഹുമാനം കിട്ടുവാനും സൂപ്പർ സുഖമനുഭവിക്കുവാനും അല്ല ഒരു ദാസനെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവം രാജകീയ അധികാരമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആത്മഭാരമുള്ള വ്യക്തിക്ക് ദൈവം രാജാവിൻ്റെ അധികാരം കൊടുക്കും. അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ, അടയാളങ്ങളെ പ്രവർത്തിക്കുവാൻ, ആമേൻ രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, വിടുതൽ നൽകുവാൻ, ആമേൻ ആ സദ്വർത്തമാനം ദരിദ്രരിലേക്ക് എത്തിക്കുവാൻ, ഹല്ലേലൂയ, ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാക്കി തീർക്കുവാൻ ആത്മഭാരമുള്ള ഒരു ദാസന് മാത്രമേ കഴിയത്തുള്ളൂ. അവന് മാത്രമേ രാജകീയ അധികാരം ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും അധികാരം ലഭിക്കത്തില്ല. ഹല്ലേലൂയ. എല്ലാവരും പോ പിശാച് എന്ന് പറഞ്ഞാൽ പിശാച് പോകത്തില്ല. എല്ലാവരും സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ പറയത്തില്ല. കാരണം ആത്മഭാരം ഹൃദയത്തിലുള്ളവന് മാത്രമേ, ആത്മാക്കളെക്കുറിച്ചുള്ളൊരു ഭാരം ലഭിച്ചവന് മാത്രമേ ആമേൻ സ്വർഗീയ രാജാവിൻ്റെ ശുശ്രൂഷകനായി രാജകീയ അധികാരം ലഭിക്കത്തുള്ളൂ. രണ്ടാമത് 1 തെസ്സലോനിക്കർ 3:2 നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ. ഹല്ലേലൂയ. ശുശ്രൂഷകൻ ഏതെങ്കിലും സംഘടനയുടെ ശുശ്രൂഷകനല്ല, മഹാരാജാവിൻ്റെ ശുശ്രൂഷകനാണ് ഞാനും നിങ്ങളും. ആമേൻ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരാണ് നമ്മൾ ഓരോരുത്തരും. വി ഹാവ് ആൻ ഐഡൻറ്റിറ്റി ആൻഡ് ഡിഗ്നിറ്റി. വി ഷുഡ് കീപ്പ് ഇറ്റ് ഓൾവേസ്. നമുക്കുള്ള അധികാരം, നമ്മളുടെ ആമേൻ സ്തോത്രം, മറ്റുള്ളവർ നിന്നെ ഒരു പക്ഷേ അറിയില്ലായിരിക്കും. അറിയേണ്ടവൻ നിന്നെ അറിഞ്ഞുകൊള്ളും. ആദരിക്കേണ്ടവൻ നിന്നെ ആദരിക്കും. അതിന് നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം ഒരു കൺവെൻഷന് പോയപ്പോൾ ഞാൻ കണ്ടു, ആ സംഘാടകന് മിടുക്കന്മാരെന്ന് തോന്നിയായ ദൈവദാസന്മാരെയും എല്ലാം വിളിച്ച് അദ്ദേഹം സ്റ്റേജിൽ കയറ്റി. അത് നല്ല കാര്യമാണ്. കാരണം പൊതുജനം കാണുമ്പോൾ കുറച്ച് മിടുക്കന്മാരവിടെ ഇരിക്കുന്നത് കാണുന്നത് നല്ല കാര്യമാണ്. ദൈവമാണ് നമ്മളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത്. അതുകൊണ്ട് നമ്മളത് കണ്ടൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഇതിനകത്ത് നടക്കും. ഹല്ലേലൂയ. കാരണം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ പ്രഹസനം മാത്രമേ ഉള്ളൂ, പ്രകടനമില്ല. ഹല്ലേലൂയ. പ്രകടനം മീൻസ് അന്തർഗതത്തിൽ ദൈവവുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ആരോഹണക്രമത്തിൽ ആദരവല്ല, അവരോഹണക്രമത്തിൽ അനാദരവായാലും ഇട്ടേച്ച് പോകരുത്. ശുശ്രൂഷ ഉപേക്ഷിച്ച് പോകരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ശുശ്രൂഷ ഉപേക്ഷിച്ച് പോകത്തക്ക നിലയിലുള്ള അനേക സംഭവങ്ങൾ, അനുഭവങ്ങൾ ശുശ്രൂഷകന്മാരായിരിക്കുന്ന ദൈവദാസന്മാരായ പാസ്റ്റർമാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നേതൃത്വത്തിൽ നിന്നാണെങ്കിലും സഭയിൽ നിന്നാണെങ്കിലും വെളിയിൽ നിന്നാണെങ്കിലും ഒക്കെ കഷ്ടങ്ങളും നഷ്ടങ്ങളും പരിഹാസങ്ങളും പട്ടിണികളിൽ കൂടെയൊക്കെ ആണല്ലോ ഈ ശുശ്രൂഷ വളർന്നു വന്നത്. എന്നാൽ അതൊന്നും ഇട്ടേച്ച് പോയില്ല. കാരണം എന്താണെന്നറിയുമോ? ഇത് സംഘടന തന്നതല്ല, ഇതേതെങ്കിലും ആമേൻ മുതിർന്ന ലീഡർഷിപ്പോ പാസ്റ്റർമാർ തന്നതല്ല. ഈ ശുശ്രൂഷ ദൈവം തന്നതാണ്. ആമേൻ. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷ ആമേൻ ഉപേക്ഷിക്കാതെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം ആമേൻ നമുക്ക് കൃപ തരുന്നത്. ആമേൻ. ഇത് പാവപ്പെട്ട കർത്താവിൻ്റെ വിലയേറിയ ശ്രേഷ്ഠദാസന്മാർ തന്നതല്ല. അവർ പറയുമ്പം നമ്മൾ വിഷമിക്കാനും ഭാരപ്പെടാനും ദേഷ്യപ്പെടാനും ഇട്ടേച്ച് പോകാനും ഒന്നും.
ഇത് കർത്താവാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അവരെ ആക്കി വച്ചിരിക്കുന്നു. അവരെ നമ്മൾ വിധേയപ്പെടണം എന്ന് മാത്രമേ ഉള്ളൂ. ആമേൻ. ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ആദ്യഘട്ടത്തിൽ പൗലോസ് തൻ്റെ അപ്പോസ്തോലത്വത്തിൻ്റെ അവകാശം സ്ഥാപിപ്പാൻ നോക്കി. ആമേൻ. പത്രോസിനോടും യാക്കോബിനോടും പറയുകയാണ്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? തൻ്റെ ശുശ്രൂഷയുടെ അവസാന നാളുകളിലേക്ക്, ഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ പൗലോസ് തന്നെ പറയുകയാണ്, ഞാൻ അപ്പോസ്തോലനല്ല, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ലെന്ന് ആദ്യം പറഞ്ഞെങ്കിൽ ശുശ്രൂഷ മൂത്ത് വന്നപ്പോൾ താൻ പറയുകയാണ്, ഞാൻ അപ്പോസ്തോലനല്ല, പിന്നെയോ അപാപികളിലൊന്നാമനാണ്. നാം ശുശ്രൂഷ മൂക്കുമ്പോൾ ആമേൻ മുകളിലോട്ട് പടിപടിയായി കയറും, സ്റ്റെപ്പ് അപ്പാണ്. എന്നാൽ പൗലോസ് ശുശ്രൂഷ മൂത്തപ്പോൾ ഹീ പുട്ട് സ്റ്റെപ്പ് ഡൗൺ, വളരെ താഴ്മയുള്ളവനായി താഴോട്ട് നടന്നു. ആമേൻ. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ we have seen 7 steps down, 7 പടികൾ താഴോട്ട് ഇറങ്ങി വരികയാണ്. ആമേൻ. ആമേൻ. അവൻ്റെ വിശ്വാസം മൂത്തപ്പോൾ, അവൻ്റെ ശുശ്രൂഷ പെരുകിയപ്പോൾ, അവൻ അപ്പോസ്തോലത്തിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോൾ, കൃപാവരത്തിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോൾ, ദൈവമായിട്ടുള്ള ആത്മബന്ധം ശക്തിപ്പെട്ടപ്പോൾ അവൻ താഴ്മയുള്ളവനായി താഴോട്ട് ഇറങ്ങി വന്നു. മുമ്പോട്ട് മേലോട്ട് കയറിപ്പോകുകയല്ല. അവൻ പറയുകയാണ്, ഐ ആം ദ ലീസ്റ്റ് ഓഫ് എനി സെയിൻസ് ആൻഡ് ഐ ആം ദ സീറോ. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്റ്റൽ പോൾ, he was down very close to his master Jesus and walking. Then only he know that I am nothing. I am very least of among the people, among the saints. I am zero. Hallelujah. Such an attitude we too should have. നമുക്കും അതേപോലുള്ള ഒരു മനോഭാവം ഉണ്ടാകണം. ആമേൻ. എത്രമാത്രം ഉയർന്നു പോയാലും നാം ഒന്നുമില്ല, ഏതുമില്ല, സീറോയാണെന്നുള്ള ദൈവിക സമർപ്പണം ഒരു ദാസനുണ്ടാകണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസനാണ് ഞാൻ, ശുശ്രൂഷകനാണ് ഞാൻ, യജമാനനല്ല എന്നുള്ളൊരു ബോധ്യം എല്ലാ ശുശ്രൂഷകന്മാരെയും എപ്പോഴും ഭരിക്കണം. ദൈവവുമായുള്ള ബന്ധം കുറയുമ്പോഴാണ് അധികാരം പ്രകടമാക്കാൻ നോക്കുന്നത്. അപ്പോഴാണ് മർക്കടമുഷ്ടിയെടുക്കുക, അധികാരം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അധികാരം മറ്റുള്ളവരുടെ മേൽ, സഹശുശ്രൂഷന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നവൻ ഒരിക്കലും ആത്മീയനല്ല. അവന് ജനത്തിൻ്റെ മുമ്പിൽ ആത്മീയത ചമയാമെങ്കിലും അവൻ ദൈവ മുമ്പിൽ അനാത്മീകനാണ്, ദൈവത്തിൽ നകന്നു പോയവനാണ്, ഈ ശുശ്രൂഷയ്ക്ക് യോഗ്യനല്ല എന്ന് തൻ്റെ സ്വഭാവം വിളിച്ചറിയിക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് തന്നെ വിളിച്ചതൊരു മനുഷ്യനല്ല, ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മനുഷ്യരാലുള്ള മാനമല്ല, ദൈവത്താലുള്ള മാനം ലഭിക്കുവാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. മൂന്നാമതായിട്ട് കൊലോസ്യ ലേഖനം 1:25 പറയുന്നത്, ഞാൻ സഭയുടെ ശുശ്രൂഷകനാണ്. വേദനയിലൂടെ നമ്മെ കടത്തിവിടുന്നത് മറ്റുള്ളവരുടെ വേദന അറിയാനാണ്. ആടിനെ വാങ്ങുമ്പോൾ കൊമ്പിൽ ചോരയുള്ളതിനെ വാങ്ങരുതെന്ന് ഒരു ചൊല്ലുണ്ട്. കാരണം അത് പഴയ ഇടയനെ കുത്തിയതാണ്. ആമേൻ. താമസിയാതെ നിന്നെയും കുത്തും. എങ്കിലും കൊമ്പുകളുടെ ഇടയിൽ ഉത്തരമരുളുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവൻ നമ്മെ കാക്കും. പ്രസംഗകനാണെങ്കിൽ നല്ല ഭക്ഷണം കിട്ടും. ആമേൻ. അപ്പോൾ തന്നെ നല്ല ആമേൻ വേതനം കിട്ടും. ബൈബിൾ കോളേജ് അധ്യാപകനാണെങ്കിൽ സാറേ എന്ന് ശിഷ്യന്മാരിൽ നിന്നും കുട്ടികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നൊക്കെയും വിളി കിട്ടും. എന്നാൽ ഒരു സഭാ ശുശ്രൂഷകനാണെങ്കിൽ ആമേൻ, വീട്ടിൽ ചെന്നാൽ കുറ്റം, ചെന്നില്ലെങ്കിൽ കുറ്റം, വിശേഷം ചോദിച്ചാൽ കുറ്റം, ഇല്ലേ കുറ്റം, ചിരിച്ചാൽ കുറ്റം, ചിരിച്ചില്ലേ കുറ്റം. ഒരു സഭാ ശുശ്രൂഷകൻ അനുഭവിക്കുന്ന വേദന അത്ര ഭയങ്കരമാണ്. പക്ഷേ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ കുറവായുള്ളത് സഭയ്ക്ക് വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നു. എനിക്കതിൻ്റെ അർത്ഥം ആദ്യം മനസ്സിലായില്ല. എന്നാൽ എൻ്റെ ജീവിതാനുഭവത്തിൽ, ശുശ്രൂഷാ ജീവിതത്തിൽ മുൻപോട്ട് പോയപ്പോൾ ഇതിൻ്റെ അർത്ഥം എനിക്ക് കണ്ടെത്തുവാനിടയായി തീർന്നു. കൊലോസ്യർ 1:23 പറയുകയാണ്, സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ്. ഹല്ലേലൂയ. നാം രാജാവിൻ്റെ ശുശ്രൂഷകനാണ്, നാം സഭയുടെ ശുശ്രൂഷകനാണ്, നാം സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനാണ്. ഹല്ലേലൂയ. ദിവസം ഒരു പ്രാവശ്യമെങ്കിലും
കർത്താവെ ഇന്ന് വരുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ എല്ലാം നന്നായാൽ. ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്, ശുശ്രൂഷകനാണ്. നാം രാജാവിൻ്റെ ശുശ്രൂഷകനാണ്, നാം ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ്, നാം സഭയുടെ ശുശ്രൂഷകനാണ്, നാം സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനാണ്. നമുക്കൊരു പ്രതിഫലം പങ്കിടുന്ന ഒരു ദിവസമുണ്ട്. മത്തായി 25:23 പറഞ്ഞു, വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. ഹല്ലേലൂയ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ഹല്ലേലൂയ. ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ഒരു ചോദ്യമുണ്ട്, മേ യു ബി ഇൻ ദാറ്റ് നമ്പർ. ഞാനും നിങ്ങളും ആ ഗണത്തിൽ കാണുമോ? കാണണം. ഇല്ലെങ്കിൽ ഓടിയതും അധ്വാനിച്ചതും വൃഥാവിലാകും. ഭയപ്പെടുക, ഒരുങ്ങുക, ഉണരുക. പ്രതിഫലം പങ്കിടുന്നവൻ വരാറായി. മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ ശുശ്രൂഷക്കാരനാകണം. ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ദാസന്മാരായിരിക്കുന്ന നാം വീണ്ടും വീണ്ടും നമ്മെ ഉണർത്തട്ടെ. നാം ഒരുങ്ങുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. നമ്മൾ ദാസന്മാരാണ്, ദൈവത്തിൻ്റെ ദാസന്മാരാണ്, രാജാവിൻ്റെ ദാസന്മാരാണ്. ആമേൻ. ഹല്ലേലൂയ. അവൻ്റെ ശുശ്രൂഷകന്മാരാണ്. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ MJ മാത്യു, വയനാട്ടിൽ നിന്നും ഓരോരുത്തർക്കും നന്ദിയും സ്നേഹവും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ.